ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടെക്നിക്സ് ഫോർ മെഷറിംഗ് കോറിലേഷനിലെ രണ്ടാമത്തെ ടെക്നിക്കായിട്ടുള്ള കാൽപേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ്. കാൽപേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം കാൽപേഴ്സൺ കോറിലേഷൻ എന്താണെന്ന് നോക്കാം. ഇതിന് ഈ പേര് വരാൻ കാരണം കാൽപിയേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു മെത്തേഡ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞ പേര് വന്നത്. നോക്കാം. ദിസ് മെത്തേഡ് ഈസ് കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് മെഷർ ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് ദ നോളജ് ഓഫ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡാറ്റ. ഇതെന്ന് പറഞ്ഞത് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ്. കാരണം നമ്മുടെ ഡാറ്റയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള ഒരു പെർഫെക്റ്റ് നോളജ് നമുക്കിതൊന്ന് കിട്ടും. അതായത് പോസിറ്റീവായിട്ടാണോ നമ്മൾ ഡാറ്റ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമുക്കിതൊന്ന് കാണാൻ പറ്റുന്നത് ഡിഗ്രി ഓഫ് കോറിലേഷൻസ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള എത്രത്തോളം അത് റിലേറ്റഡ് ആണ്, അത് തമ്മിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടെക്നിക്കാണ് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. അക്കോർഡിംഗ് ടു കാൽപിയേഴ്സൺ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ദാറ്റ് മീൻസ് ആർ ഇസ് ലൈസ് ബിറ്റ്വീൻ ടു ലിമിറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. രണ്ട് ലിമിറ്റിൻ്റെ ഇടയിലായിരിക്കും കാൽപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഉണ്ടാവുക. അത് 1, അതായത് +1ൻ്റെയും അതേപോലെ -1ൻ്റെയും ഇടയിലായിരിക്കും അതിൻ്റെ കോറിലേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, +1 to -1 ഇതിൻ്റെ ഇടയിലായിരിക്കും കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുക. അത് റേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇഫ് ദർ ഈസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്, രണ്ട് വാരിയബിൾസ് തമ്മിൽ പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതെന്താണ്, +പോസിറ്റീവ് ആയിരിക്കും. അതായത് +1 ആയിരിക്കും പെർഫെക്റ്റ്ലി രണ്ട് വാരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +1ഉം. അതായത് പെർഫെക്റ്റ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അതായത് രണ്ട് വാരിയബിൾസ് തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ -1ഉം ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഒരു ഇൻട്രഡക്ടറി ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +1ൻ്റെയും -1ൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻ ആവണമെങ്കിൽ +1ഉം ആയിരിക്കണം, പെർഫെക്റ്റ് നെഗറ്റീവ് റിലേഷൻ ആണെങ്കിൽ -1ഉം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് +1ൻ്റെയും -1ൻ്റെയും ഇടയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മറ്റ് വാരിയബിൾസ്, അതായത് +1ൻ്റെയും -1ൻ്റെയും ഇടയിൽ മറ്റ് കുറേ വാല്യൂസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് കോറിലേഷൻ കിട്ടുകയാണെങ്കിൽ ആ കോറിലേഷനെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് 9 തരത്തിലാണ് നമ്മൾ R എന്ന് പറഞ്ഞ കോറിലേഷനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കാൽപിയേഴ്സണിൽ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് +1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസ് നോക്കുക. 0.75 to +1, 0.75 മുതൽ +1 വരെയാണ് നമുക്ക് വാല്യൂ. അതിൻ്റെ ഇടയിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കൂ. 0.5 മുതൽ 0.75 വരെ, ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് കിട്ടുന്നത്, കോറിലേഷൻ്റെ വാല്യൂ കിട്ടുന്നതെങ്കിൽ നമുക്കതിനെ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി 0.5 അപ് ടു 0.5 ആണെങ്കിൽ അതിന് നമുക്ക് ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ 4 ക്ലാസ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. നെക്സ്റ്റ് -1 ആണ്. -1 വന്നാൽ നമുക്കറിയാം എന്താണ്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ് -1 എന്ന് പറയുന്നത്. ഇനി -0.75 to -1 ആണ് നമുക്ക് ഡിഗ്രി കിട്ടുന്നതെങ്കിൽ
അതിനെ നമ്മൾ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, മറ്റേതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നെക്സ്റ്റ് -0.5 മുതൽ 0.75 വരെയാണ് നമ്മുടെ വാല്യൂ എങ്കിൽ അത് ഓർത്ത് വെക്കണം. 0.75 ആണ് കേട്ടോ. അതുവരെയാണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അപ് ടു 0.50, അതായത് -0.50 ആണെങ്കിൽ ലോ ഡിഗ്രി ഓഫ് റിലേഷനാണ് ഉണ്ടായിരിക്കുക. 0 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് നോ കോറിലേഷൻ, അവിടെ വാരിയബിൾസ് തമ്മിൽ യാതൊരു റിലേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ആറിൻ്റെ വാല്യൂസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ അസംഷൻസ് ആണ് നോക്കുന്നത്. നമ്മളൊരു കോറിലേഷൻ ചെയ്യുമ്പം, അതായത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ അസംഷൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുൻപിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോർമാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡാറ്റാസ് എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ആയിരിക്കും. പിന്നെ ലീനിയറിലിറ്റി, അതെന്ന് പറഞ്ഞാൽ രണ്ട് വാരിയബിൾസ് തമ്മിൽ എന്താണ് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് കണ്ടിന്യൂസ് വാരിയബിൾസ്, കാൾ പിയേഴ്സൺസ് കോറിലേഷനിൽ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കണ്ടിന്യൂസ് വാരിയബിൾസിനായിരിക്കും. നോർമൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിൽ കൺസിഡർ ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് പെയർഡ് ഒബ്സർവേഷൻ ആയിരിക്കും. ഒരു വൺ സെറ്റ് ഓഫ് ഡാറ്റനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് കാൾ പിയേഴ്സണിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ രണ്ട് സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ഉണ്ടായിരിക്കണം, വൈ എന്ന് പറഞ്ഞൊരു ഡാറ്റ. പെയർഡ് ഒബ്സർവേഷൻസ് ആണ് ഉണ്ടാവുക. പിന്നെ ആബ്സെൻസ് ഓഫ് ഔട്ട്ലൈനർ, പിന്നെ എക്സ്ട്രീം പിന്നെന്താണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, രണ്ട് വാരിയബിൾസ് തമ്മിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട്, അതിൻ്റെ കോസും അതിൻ്റെ എഫക്റ്റും, അതാണ് നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് കടക്കുകയാണ്. മെത്തേഡ് ഓഫ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻസ്, അതായത് നമ്മൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ ചെയ്യുമ്പം 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ 2 മെത്തേഡ് കൂടി ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്തമാറ്റിക് മീൻ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അസ്യൂംഡ് മീൻ. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഇതാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ്. ജസ്റ്റ് അത് തുടങ്ങുന്ന അതെങ്ങനെയാണ് ജസ്റ്റ് സിമ്പിൾ വേയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണിത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ വലുതാണെങ്കിലും പ്രോബ്ലം സിമ്പിളാണ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷനാണ് R = n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. പിന്നെയും ഇൻറ്റു റൂട്ടാണ്, റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഇതിൽ നമ്മൾ n എന്ന് പറയുന്ന ഈ ഒരു n എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയർഡ് ഒബ്സർവേഷനാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്ര നമ്പേഴ്സാണ് ഉള്ളത്, നമ്മൾ എത്രയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അതാണ് n എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിഗ്മ എക്സ് ആണ്. സിഗ്മ എക്സ്, അതായത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള വാല്യൂസിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിഗ്മ വൈ ആണ്. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞ വാരിയബിൾസിൻ്റെ ടോട്ടലാണ് സിഗ്മ വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിഗ്മ എക്സ് വൈ ആണ്. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ് വൈൻ്റെ ടോട്ടൽ കാണുന്നതാണ് സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ ഉണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ്. ടോട്ടൽ ഓഫ് എക്സ് സ്ക്വയർ ആണ് സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, വൈ സ്ക്വയറിൻ്റെ എന്തായിരിക്കും, ടോട്ടലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പം, അതായത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മളിത് ചെയ്യുമ്പം നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.
എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻസ്. ഇവിടെ 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ അതിൻ്റെ അണ്ടറിലുള്ളതാണ്, ഒബ്സർവേഷനാണ് 2, 3, 4, 5, 6, 7, 8. നെക്സ്റ്റ് വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അതിൻ്റെ താഴെയുള്ള ഒബ്സർവേഷനാണ് 4, 5, 6, 12, 9, 5, 4. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യന് തന്നാൽ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഈ താഴെ കാണുന്ന രീതിയിലുള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്കിവിടെ വേണം എന്ത്, സിഗ്മ എക്സ് ഉണ്ട്. ഓക്കെ, സിഗ്മ എക്സ് ഉണ്ട്, അതിൻ്റെ സ്ക്വയർ കാണാനാണ് പറയുന്നത്. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് വേണം, എക്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ വേണം. അതേപോലെ വൈ എന്ന് പറഞ്ഞ ഒരു കോളം വേണം. പിന്നെ സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇക്വേഷനിൽ കണ്ടിട്ടുണ്ട് അല്ലേ, സിഗ്മ എക്സ് വൈ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം വേണം. ഓക്കെ, എക്സ് വേണം, എക്സ് വൈ വേണം, എക്സ് വൈ വേണം, പിന്നെന്താണ് എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഇക്വേഷൻസ് വേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു വാല്യൂസ് എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ, ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതുക. അതായത് എക്സിൻ്റെ താഴെ എന്തൊക്കെ വരുന്നുണ്ട്, 2, 3, 4, പിന്നെ 5 വരുന്നു, 6, 7, 8. ഈ ഒരു കോളം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടലിന് വേണ്ടിയിട്ടുള്ള കോളമാണ്. താഴെയുള്ള കോളം ടോട്ടലിൻ്റെ കോളമാണ്. ഇതുപോലെ തന്നെ വൈയുടെ വാല്യൂസും എടുത്ത് എഴുതുക. 4, 5, 6, 12, അതേപോലെ എന്താണ് 9, 5, 4. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, എടുത്തെഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, എക്സ് വൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇത് എക്സ് വൈ ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ്. ഓക്കെ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഇൻറ്റു വൈ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൽ നോക്കാം, 2 × 4 എത്രയാണ്, 8 വരും. ഓക്കെ, 8. നെക്സ്റ്റ് 3 × 5 15. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ ചെയ്യാം. 4 × 6 24, 5 × 12 60, then 6 × 9 54, 7 × 5 35, 8 × 4 32. കണ്ടോ, എക്സ് വൈ കിട്ടി. അപ്പം എക്സ് ഇൻറ്റു വൈ ആണെന്ത്, എക്സ് വൈ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സിമ്പിളാണ്, എക്സ് സ്ക്വയർ ആണ് ചോദിക്കുന്നത്. എക്സ് സ്ക്വയർ എന്തായിരിക്കും, ഓരോ എക്സ് വാല്യൂവിൻ്റെയും സ്ക്വയർ വാല്യൂ എഴുതുക എന്നുള്ളതാണ്. അപ്പം 2ൻ്റെ സ്ക്വയർ എഴുതുക 4, നെക്സ്റ്റ് 3ൻ്റെ സ്ക്വയർ എഴുതുക 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, ദെൻ 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8 സ്ക്വയർ 64. ഇങ്ങനെ എക്സിൻ്റെ സ്ക്വയറും എഴുതി കഴിയുക. നെക്സ്റ്റ് നമ്മൾ വൈയുടെ സ്ക്വയറും എഴുതാം. വൈയുടെ സ്ക്വയർ എഴുതുക 16, അതായത് വൈൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ എഴുതുക 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 12ൻ്റെ സ്ക്വയർ 144, 9ൻ്റെ സ്ക്വയർ 89, ദെൻ 25, നെക്സ്റ്റ് 16 തന്നെ എഴുതാം. ഇനി നമുക്ക് ഈ ഒരു ടേബിളിൽ അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ. അപ്പം എക്സിൻ്റെ ടോട്ടൽ മൊത്തം എന്ന് പറയുന്നത് സിഗ്മ എക്സ് ആണ്. ഓക്കെ, സിഗ്മ എക്സ് ആണ് എക്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്, എക്സിൻ്റെ ടോട്ടൽ മൊത്തം കൂട്ടിയാൽ നമുക്ക് 35 ആണ് ആൻസർ കിട്ടുക. വൈയുടെ ടോട്ടൽ നോക്കുക, അപ്പം 45 ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സ് ഇൻറ്റു വൈ ആണ്, അതായത് സിഗ്മ എക്സ് വൈയുടെ ടോട്ടൽ. സിഗ്മ എക്സ് വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് 228 ആണ് നമുക്ക് എക്സ് വൈയുടെ ടോട്ടൽ കിട്ടുന്നത്. പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ, അതായത് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 203 ആണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. നെക്സ്റ്റ് വൈ സ്ക്വയറിൻ്റെ ടോട്ടലാണ് 343 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ.
ഇതെന്നാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഇക്വേഷനിലേക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കള്ളി വരയ്ക്കുക, ഒരു ടേബിൾ വരച്ചിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക, വൈ എക്സ് വൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കാണുക, അതിൻ്റെ ഒക്കെ ടോട്ടൽ, അതായത് സിഗ്മ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇക്വേഷനിലേക്ക് കടക്കുമ്പം നമ്മുടെ ഇക്വേഷനാണിത്, എന്ത്, ആർ ഈക്വൽസ് ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് ഇൻറ്റു സിഗ്മ വൈ ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓരോന്നും ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം ഒരു ഈക്വൽസ് ഇടാം. ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്, എൻ ആണ് വേണ്ടത്. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ ആണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എൻ എത്രയാണ് നോക്കാം. എൻ എത്ര ഉണ്ട്, നമുക്ക് നോക്കിയാൽ 1 2 3 4 5 6 7 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. 7 എണ്ണമാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻ എന്ന് പറയുന്നത് 7. ഓക്കെ, ദെൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്, 228 ആണ്. കണ്ടോ, 228 ആണ് നമ്മൾ സിഗ്മ എക്സ് വൈ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം 228 മൈനസ് ദെൻ സിഗ്മ എക്സ് എത്രയാണ്, 35 ഇൻറ്റു സിഗ്മ വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്ത്, 45. ഓക്കെ, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് റൂട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എൻ നമുക്ക് 7 ആണ് തന്നത്. എൻ ഇൻറ്റു ദെൻ സിഗ്മ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 35ൻ്റെ സ്ക്വയർ ആണ് ചോദിക്കുന്നത്. എക്സ് സ്ക്വയർ ആണ് ചോദിച്ചത്, സിഗ്മ എക്സ് സ്ക്വയർ. അപ്പം എക്സ് സ്ക്വയർ എത്രയാണ്, 203 ആണ്. അപ്പോൾ ഇതാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, 203 മൈനസ്, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. സിഗ്മ എക്സ് എത്രയാണ്, 35 ആണ്. 35ൻ്റെ ഓൾ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൂട്ട് നോക്കാം. നെക്സ്റ്റ് റൂട്ട് ഫസ്റ്റ് വൺ 7 ആണ് വരുന്നത്. 7 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ ആണ് ചോദിക്കുന്നത്. വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ 343 ആണ് വരുന്നത്. മൈനസ് പിന്നെ സിഗ്മ വൈ ഓൾ സ്ക്വയർ 45 ഓൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ ഇത് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ഈ റൂട്ട് ക്ലിയർ ചെയ്യുക, പിന്നെ ഈ റൂട്ടും ക്ലിയർ ചെയ്യുക. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളോട് അതിൻ്റെ ഇത് തെറ്റിപ്പോവും. ആദ്യം നമുക്ക് നോക്കാം. 7 ഇൻറ്റു 228 ആണ് ആദ്യം നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1596. പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്യും. ഈ ഒരു പോർഷൻ ചെയ്താൽ മൈനസ് 35 ഇൻറ്റു 45 1575 ആണ്. ഓക്കെ, 75 ഡിവൈഡഡ് ബൈ, പിന്നെ നമ്മൾ റൂട്ടാണ് ചെയ്യുന്നത്. റൂട്ട് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് റൂട്ടാണ് ചെയ്യുന്നത്. 7 ഇൻറ്റു 203 ചെയ്യണം. അപ്പോൾ നമുക്ക് 1421 ആണ് കിട്ടുക. മൈനസ് 35 ഓൾ സ്ക്വയർ ആണ്. 35 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണ്. ഓക്കെ, 25. പിന്നെ നെക്സ്റ്റ് റൂട്ട് നമ്മൾ നോക്കും. 7 ഇൻറ്റു 343 അത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും, 2401 കിട്ടും. 2401 കിട്ടും. ദെൻ മൈനസ് 45 ഓൾ സ്ക്വയർ. 45 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2025 ആണ് ആൻസർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കാൽക്കുലേഷൻ എന്ത് ചെയ്യാണ്, ഓരോന്നും ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് 1596 മൈനസ് 1575 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 21 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് റൂട്ട്
റൂട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. റൂട്ട് സോൾവ് ചെയ്താൽ ഫസ്റ്റ് റൂട്ട് സോൾവ് ചെയ്യുമ്പോൾ 196ഉം ദെൻ സെക്കൻഡ് റൂട്ട് സോൾവ് ചെയ്യുമ്പം 376ഉം കിട്ടും. ഓക്കെ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാണ്. റൂട്ട് കണ്ടുപിടിക്കുക ഓരോന്നിൻ്റെയും. ഈക്വൽസ് ടു 21 ഇവിടെ തന്നെ ചെയ്താൽ ദെൻ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് റൂട്ട് 96ഉം റൂട്ട് 376ഉം എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കാതിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 14 ഇൻറ്റു 19.36. ഓക്കെ, 40 എന്ന് പറയുന്നത് 196ൻ്റെ റൂട്ടാണ്, 19.36 376ൻ്റെ റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ആൻസർ കിട്ടും. എന്താണ് കിട്ടുക, 0.07. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അതാണ് 6 പറയണത് നമ്മുടെ ഇതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെത്തേഡ്, അതായത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് റൂട്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോന്നാൽ മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.07 ആണ്. 0.07 കിട്ടിയാൽ നമ്മൾ ഏതിലായിരിക്കും നോക്കണം, അതായത് ഏത് രീതിയിൽ നമ്മുടെ ഏത് ഇൻ്റർപ്രിട്ടേഷനാണ്, നമ്മളെ കൺക്ലൂഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് 0.07 അല്ലേ കിട്ടിയത്. 0.07 ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും നോക്കാം. 0.07 എന്തായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ. 0.75, അതായത് 0.05 അപ് ടു 0.70 ആണ്. ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ലോ ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കിയത് എന്താണ്, കാൽപേഴ്സൺസ് കോഎഫിഷ്യൻ്റ് കോറിലേഷനാണ്. അതിൽ എങ്ങനെയാണ് ഇൻ ബിറ്റ്വീൻ +1 ആൻഡ് -1 ആണ്. ദെൻ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നോക്കി, പിന്നെ അസംഷൻസ്, മെത്തേഡ്സ്, അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അതിലെങ്ങനെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു എന്ന് നോക്കി. ദെൻ നമ്മളതിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി, ഇത് കിട്ടി. ഓക്കെ, താങ്ക് യു.